ഹലോ, ഇന്ന് അതേപോലെ ഒരു കല്യാണത്തിന് നിൽക്കലുണ്ട്. അപ്പോഴാണ് ആലോചിച്ച് മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. കുറേ ഫുഡ്, ലൈവ് ഫുഡ്, ബുഫേ, ബ്രൈഡിൻ്റെ എൻട്രി, ഡാൻസ് ഒക്കെ ആയിട്ട്. ഇപ്പം നമുക്കത് പറയുമ്പോൾ ഒന്നും തോന്നില്ല. പക്ഷെ മുമ്പ് അങ്ങനത്തെ ഒരു കല്യാണം കാണാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയറായിരുന്നു. ഞാൻ തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് അറിയണം തന്നെ ആ ഒരു ഫംഗ്ഷന് പോയ പിന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായമുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്തിനാണല്ലോ ഇത്ര ആർഭാടം, എൻ്റെ കല്യാണം ഞാൻ അങ്ങനെയൊന്നും ആക്കുന്നില്ല, ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടൊക്കെ ചെയ്യുള്ളൂ, വെറുതെ പൈസ കളയുന്നത് എന്തിനാണ്. പക്ഷേ എൻ്റെ കല്യാണം ഭയങ്കര സിമ്പിളായി പോയോ എന്നൊരു സംശയം. ബ്രൈഡിൻ്റെ എൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. 30 പേരെ വെച്ചിട്ട് കൊറോണ സമയത്ത് നടത്തിയൊരു കല്യാണം പറഞ്ഞിട്ടാ. അപ്പം ഇതാണ് കാരണവന്മാർ പറയണത്, മല പോലെ ആഗ്രഹിക്കണം എന്നാലേ കുഞ്ഞിക്കുരുവോളം കിട്ടുള്ളൂ എന്ന്. അപ്പം എല്ലാവരും മല പോലെ ആഗ്രഹിച്ച് കുഞ്ഞിക്കുരുവോളെങ്കിലും കിട്ടണമെങ്കിൽ വീട്ടിൽ റെസ്പോൺസിബിൾ അല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഭയ റെസ്പോൺസിബിൾ ആവും. അത് നമുക്കൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ വൈറ്റ് വെറൈറ്റീസ് ഓഫ് ചായ ഉണ്ടായിരുന്നു. അതിലേറ്റവും നല്ല ചായ ഞാൻ എടുത്ത് ഫയറാ കൊടുത്തു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൾ കിടന്നിരുന്നും ഒക്കെ കുടിക്കണ്ടായിരുന്നു, പിന്നെയും ചോദിക്കണുണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ആക്കി അവിടെ അതൊക്കെ നോക്കി ഇങ്ങനെ സെയിലിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവളൊന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു, ഞങ്ങൾ പോന്നു. അപ്പം അത്രയേ ഉള്ളൂ.